എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. രണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ബെസൽ ഫംഗ്ഷൻ, രണ്ട് ലെജൻഡറി ഫംഗ്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെർമൈറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിക്കണം, പോളിനോമിയൽ പഠിക്കണം, റോഡ്രിഗോ ഫോർമുല, ഓർത്തോഗണാലിറ്റി, ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതുപോലെ റെക്കറൻസ് റിലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഇത് കവർ ചെയ്ത് തന്നെ ഏകദേശം നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷനിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇക്വേഷൻ, ഹെർമൈറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2ny ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളെ ഹെർമൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹെർമൈറ്റ് ഫംഗ്ഷൻ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2ny ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഒപ്പം പറഞ്ഞു പോവുക കേട്ടോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2ny ഈസ് ഈക്വൽ ടു 0. ഹെർമൈറ്റ് ഫംഗ്ഷൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് minus 2x dy by dx plus 2ny is equal to 0. Clear അല്ലേ? Okay, so d square y by dx square minus 2x into dy by dx plus 2ny is equal to 0. ഇത്രയാണ് ഹെർമൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹെർമൈറ്റ് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഹെർമൈറ്റ് പോളിനോമിയൽ hn of x is equal to sigma r equal to 0 to n minus 1 raised to r n factorial divided by r factorial into n minus 2 r factorial into 2x raised to n minus 2r. Okay, അപ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ എന്താണ്? ഹെർമൈറ്റ് പോളിനോമിയൽ, ഹെർമൈറ്റ് പോളിനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ hn of x ആണ്. അത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്തായിരുന്നു? jn of x ആയിരുന്നു. സെക്കൻഡ് കൈൻഡിനെ ഡിനോട്ട് ചെയ്തത് yn of x ആയിരുന്നു. ബെസൽ ഫംഗ്ഷന്റെ സെക്കൻഡ് കൈൻഡ് നമ്മൾ മറ്റൊരു പേര് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂമാൻ ഫംഗ്ഷൻ. ഓക്കെ, സോ jn of x, yn of x. ഇന്നലെ നമ്മൾ ലെജൻഡർ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെജൻഡർ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ pn of x ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച ഹെർമൈറ്റ് പോളിനോമിയൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് hn of x ആണ്. ഈ ഡിനോഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, സോ hn of x equal to sigma r equal to 0 to n minus 1 raised to r n factorial divided by r factorial into n minus 2r factorial into 2x raised to n minus 2r. ഓക്കെ, ഇതിൽ n-ന്റെ സ്ഥാനത്ത് നമുക്ക് n ഈവൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n/2 എന്ന് കൊടുക്കാം. അതല്ല ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n-1/2 എന്ന് കൊടുക്കാം. ഓക്കെ, ഈവൺ നമ്പർ ആണെങ്കിൽ, ഇന്റിജർ ഈവൺ നമ്പർ ആണെങ്കിൽ n is equal to n/2 എന്ന് നമുക്ക് സമ്മേഷനിൽ n-ന് കൊടുക്കാം. അതുപോലെ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? n-1/2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കുക. നമ്മളുടെ ഹെർമൈറ്റ് പോളിനോമിയൽ hn of x എന്ന് പറയുന്നത് സിഗ്മ r equal to 0 to n minus 1 raised to r n factorial divided by r factorial into n minus 2r factorial into 2x raised to n minus 2r ആണ്. ഓക്കെ, അതാണ് ഹെർമൈറ്റ് ഇക്വേഷൻ ആൻഡ് ഹെർമൈറ്റ് പോളിനോമിയൽ. ഇനി നമുക്ക് നോക്കേണ്ടത് റോഡ്രിഗോ ഫോർമുലയാണ്. ഓക്കെ, റോഡ്രിഗോ ഫോർമുല ഇതാണ് നമ്മൾ റോഡ്രിഗോ ഫോർമുല, which is hn of x equal to minus 1 raised to n e raised to x square d raised to n divided by dx raised to n e raised to minus x square. Okay, റോഡ്രിഗോ ഫോർമുലയാണ് hn of x equal to minus 1 raised to n e raised to x square d raised to n divided by dx raised to n e raised to minus x square. ഓക്കെ, ഇനി ഇതില് നമുക്ക് n-ന്റെ
സ്ഥാനത്ത് നമ്മൾ ഏത് ഇൻഡിജർ കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കിട്ടും. എന്നിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x0 കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ കിട്ടും. n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ വാല്യൂ കിട്ടും. അടുത്ത n2 കൊടുത്തു കഴിഞ്ഞാൽ h2 കിട്ടും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ്ങിലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. h0 വാല്യൂ, h1 വാല്യൂ, h2 വാല്യൂ. നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് ഡിഫറെന്റ് ഇൻഡിജേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടും. h0 നമുക്ക് h0 കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സ്ലൈഡ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, റോഡ്രിഗോ ഫോർമുല കാണുന്നില്ലേ? ഉണ്ട്. ഇല്ല, h0x എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എഴുതി. ഇല്ല. ഓക്കെ, h0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം hn ആദ്യം എഴുതാം. hn ഈക്വൽ ടു -1 raised to n e raised to x square d raised to n divided by dx raised to n e raised to minus x square. ഇനി h0 വാല്യൂ കണ്ടുപിടിക്കാം. എന്നിന്റെ സ്ഥാനത്തെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. -1 raised to 0 e raised to x square d raised to 0 divided by dx raised to 0 e raised to minus x square. ഓക്കെ, ഇതില് d raised to 0 divided by dx raised to 0 അവിടെ എന്ത് വരും? വാല്യൂ 1 ആയിട്ട് വരും. So e raised to x square into e raised ന്റെ വാല്യൂ 1 ആണ്. അടുത്തത് h1 എന്താന്ന് നോക്കാം. h1 which is equal to -1 to 1 raised to n ആണ്. ഇതുപോലെ നമ്മൾ 1 കൊടുക്കണം. e raised to x square d raised to 1 divided by dx raised to 1 e raised to minus x square. Okay, ഇനി -1 raised to 1 -1 into e raised to x square d by dx of e raised to minus x square. e raised to minus x square നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? -2x into e raised to minus x square. ഓക്കെ, നമുക്ക് e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് e raised to x തന്നെ കിട്ടും. സോ നമുക്ക് e raised to minus x square എന്ന് കൊടുക്കാം. ഇൻറ്റു നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എക്സ്പോണൻഷ്യലിന്റെ പവറിന്റെ സ്ഥാനത്ത് -x square ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാം. -2x കിട്ടും. ഓക്കെ, സോ -2x into e raised to minus x square തന്നെയാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് മൈനസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി 2x ആയി. e raised to x square into e raised to minus x square 1 ആണ്. സോ നമ്മുടെ ആൻസർ 2x ആണ്. h1 ന്റെ വാല്യൂ 2x ആണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് വേറെ ഡിഫറെന്റ് വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് പോളിനോമിയൽസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. h2 ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. h2
4x കിട്ടിയോ? 4x 4x കിട്ടി മിസ്സേ? മിസ്സേ കിട്ടി 4x 4x മാത്രമേ വരുന്നുള്ളൂ? നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. h2 of x-ന്റെ വാല്യൂ. Okay. h2 of x, which is equal to -1 raised to n ആണ്. So -1 raised to 2 e raised to x square d by dx of d square y by dn, d raised to n അല്ലേ? So d square by dx square into e raised to minus x square. Okay, which is equal to -1 raised to 2 e raised to x square. ഇനി e raised to minus x square നമുക്ക് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d by dx ഓഫ്, ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2x into e raised to minus x square ആണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 4x minus 2 into e raised to minus x square. 4x minus 2 into e raised to minus x square. അതാണ് h2 of x ന്റെ വാല്യൂ കിട്ടിയത്. പ്രൊഡക്റ്റ് റൂൾ എടുക്കട്ടെ അവിടെ. അവിടെ പ്രൊഡക്റ്റ് റൂൾ എടുക്കണം. ഇവിടെ നമുക്ക് നോക്കാം. 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 1 ആണ്. സോ e raised to x square. ഇനി നമുക്ക് പ്രൊഡക്റ്റ് റൂൾ എടുക്കണം. ഇതിൽ -2 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. സോ -2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ -2 e raised to x square എന്ന് വരും. ബാക്കി x e raised to minus x square എന്തുണ്ട്? നമ്മളുടെ ബ്രാക്കറ്റിനകത്തുണ്ട്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് -2x e raised to minus x square. e raised to minus x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2x into e raised to minus x square വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ തന്നെ നിർത്തുക, e raised to x square, എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ എടുക്കുക. ഓക്കെ, അത് 1 വരും. dx by dx 1 വരും. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ആൻസർ ആണ് 2e raised to x square into -2x square e raised to minus x square plus e raised to minus x square. ഓക്കെ, ഇതില് നമ്മൾ ഫസ്റ്റ് ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിന് പുറത്തുള്ള -2 e raised to x square വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ രണ്ട് സ്ഥലത്തും എന്തുണ്ട്? e raised to minus x square ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ e raised to minus x square ഇവിടെ ഉണ്ട്, e raised to minus x square ഇവിടെ ഉണ്ട്. സോ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ e raised to x square ഇത് രണ്ടുമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ നമുക്ക് ഈ ടേംസ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 ആണ് കേട്ടോ ഉള്ളത്. e raised to minus x square അവിടെ 1 ആണ് ഉള്ളത്. സോ minus 2 into -2x square plus 1 ആണ് നമുക്ക് കിട്ടുന്നത്. ഫൈനൽ ആൻസർ -2 into -2x square 4x square വരും. -2 plus 1 -2 വരും. ഇതാണ് h2 of x ന്റെ വാല്യൂ. കിട്ടിയോ? കിട്ടി മിസ്, കിട്ടി. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് മാത്രം അതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. e raised to minus x square ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് h2x ന്റെ വാല്യൂ കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം?
h3 of x, h5 of x, അങ്ങനെ h4 of x ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതില് കുറച്ച് വാല്യൂസ് കണ്ടുപിടിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. h1 of x ന്റെ വാല്യൂ, സോറി h0 of x ന്റെ വാല്യൂ 1, h1 of x 2x, h2 of x 4x square minus 2, h3 of x 8x cube minus 12x, h4 of x 16x raised to 4 minus 48x square plus 12, h5 of x equal to 32x raised to 5 minus 160x cube plus 120x. h6 of x is equal to 64x raised to 6 minus 480x raised to 4 plus 720x square minus 120. നമുക്ക് ഒറ്റ പോളിനോമിയൽ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് റോഡ്രിഗോ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ പോളിനോമിയൽസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർത്തോഗണാലിറ്റി ആണ്. ഓക്കെ, ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ ആണ് നോക്കാനുള്ളത്. നമുക്ക് ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവും. സോ ഓർത്തോഗണൽ വാല്യൂ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എച്ച് എം ഓഫ് എക്സ് ഇൻറ്റു എച്ച് എൻ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു. ഇതിന് ഒരു ഫംഗ്ഷന് ഇവിടെ രണ്ട് കേസ് പറയുന്നുണ്ട്. അതായത് എമ്മിന്റെ വാല്യൂ എന്നിനോട് ഈക്വൽ അല്ല എങ്കിൽ നമ്മളുടെ ഓർത്തോഗണാലിറ്റി വന്നിട്ട് എന്ത് വരും? 0 വരും. ഓക്കെ, 0 ആണ് നമുക്ക് വാല്യൂ വരിക. എമ്മിന്റെ വാല്യൂ എന്നിനോട് ഈക്വൽ ആവുന്ന സമയത്ത് നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ, ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 raised to n ഫാക്ടോറിയൽ റൂട്ട് പൈ ആയിരിക്കും. എന്തായിരിക്കും? 2 raised to n ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് പൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, സോ ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എച്ച് എം ഓഫ് എക്സ് ഇൻറ്റു എച്ച് എൻ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. എമ്മും എന്നും നോട്ട് ഈക്വൽ ആണെങ്കിൽ കേട്ടോ, നോട്ട് ഈക്വൽ ടു എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ എം ഈക്വൽ ടു എൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 2 raised to n ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് പൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് റെക്കറൻസ് ഫോർമുലയും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. സോ റെക്കറൻസ് ഫോർമുല, റെക്കറൻസ് റിലേഷൻ വന്നിട്ട് 4 റെക്കറൻസ് റിലേഷൻ ആണ് നമുക്ക് ഇതിലുള്ളത്. ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ 2n hn minus 1 of x equal to hn dash of x. Second one, 2x into hn of x equal to 2n hn minus 1 into x plus hn plus 1 into x. Third one, hn dash of x equal to 2x hn of x minus hn plus 1 of x. Fourth one, hn dash of x equal to x hn dash of x plus 2n hn of x, which is equal to 0. Okay, നമുക്ക് 4 റെക്കറൻസ് ഫോർമുലയാണ് ഉള്ളത്. ഇത് ആസ് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഓർത്തോഗണൽ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ h2 ഓഫ് എക്സ് ഇൻറ്റു h3 ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, നമുക്ക് ഇത് ഓർത്തോഗണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഇതിൽ പഠിച്ചത് എന്താ? എച്ച് എം ഓഫ് എക്സ് ആൻഡ് എച്ച് എൻ ഓഫ് എക്സ്. ഇതിൽ എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ ഈക്വൽ അല്ല എങ്കിൽ, ഓക്കെ, എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ ഓർത്തോഗണലിന്റെ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണെന്ന് പറയാം. ഓക്കെ, എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ, ഇവിടെ എം എന്ന് പറയുന്നത് 2 ആണ്, എൻ എന്ന് പറയുന്നത് 3 ആണ്. സോ 2 നോട്ട് ഈക്വൽ ടു 3, നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ
0 ആണ്. ഓക്കെ, ഇനി അടുത്തത് find the value of the integral e raised to minus x square into h2 of x the whole square dx. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വാല്യൂസും h2 of x the whole square ആണ്. അപ്പൊ രണ്ട് ടേമിന്റെയും എമ്മും എന്നും എന്താണ്? ഈക്വൽ ആണ്. m ഈക്വൽ ടു n ആണ്. സോ m ഈക്വൽ ടു n ആണ്. ഇവിടെ n-ന്റെ വാല്യൂ എന്താ? 2 ആണ്. സോ നമുക്ക് ആ കേസിൽ ഓർത്തോഗണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2 raised to n factorial root pi. n factorial root pi. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 2 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സ്ക്വയർ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് പൈ. നമുക്ക് ആൻസർ കിട്ടും 8 root pi. Okay. 2 square 4, 2 factorial 2. So 4 into 2, 8 root pi ആണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ ഈ രണ്ട് പ്രോബ്ലംസ്? Yes, miss. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. റിസൾട്ടുകളാണ് കേട്ടോ, വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസിന്റെ റിസൾട്ടുകളാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് hn of minus x equal to -1 raised to n into hn of x ആണ്. സെക്കൻഡ് വൺ 2n hn -1 of x equal to hn dash of x. Third one h dash of 2n of 0 is equal to 0. h2n of 0 is equal to -1 raised to n 2n factorial divided by n factorial. Fifth one h2n plus 1 of 0 is equal to 0. ഇതാണ് നമുക്ക് മറ്റ് റിസൾട്ടുകൾ, സോൾവ്ഡ് പ്രോബ്ലംസിലുള്ള റിസൾട്ടുകളാണ്, ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസിന്റെ റിസൾട്ടുകളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹെർമൈറ്റ് പോളിനോമിയലിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ നമുക്ക് ഏകദേശം ഹെർമൈറ്റ് പോളിനോമിയലിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്.